ഫങ്ഷൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് അറിയാം, അതിന്റെ ഡൊമൈൻ എന്താണെന്ന് അറിയാം, റേഞ്ച് എന്താണെന്ന് അറിയാം, കോഡൊമൈൻ എന്താണെന്ന് അറിയാം. അതേപോലെ തന്നെ ഒരു ഫംഗ്ഷൻ നമുക്ക് കണ്ടാലും അറിയാം. ഇപ്പൊ നമുക്കൊരു ഫംഗ്ഷൻ നമുക്ക് എഴുതി കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും പറഞ്ഞ് രണ്ട് സെറ്റ് പറഞ്ഞിട്ട് എയിൽ നിന്ന് ബിയിലോട്ട് റിലേഷൻ തന്നിട്ട് നമ്മളിത് ചോദിക്കുകയാണ് ഈ സെറ്റ് ഫംഗ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറയും whether it is a function or not. Okay, no issue. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകും, നമ്മൾ കഴിഞ്ഞ നേരത്തെ നമ്മൾ റിലേഷൻ പഠിച്ച സമയത്ത് റിലേഷൻ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ വർഷം നമ്മൾ പഠിച്ചത് ടൈപ്സ് ഓഫ് റിലേഷൻസ് ആണ് പഠിച്ചത്. അതേ കണക്ക് തന്നെ ഇവിടെയും ഫങ്ഷൻസ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു. ഇത്തവണ ഞാൻ അത് ഒന്നുകൂടി ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്. എന്താണ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്? നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഫങ്ഷൻസ് ഉണ്ട്? അതിനകത്ത് നമുക്ക് ആദ്യം പഠിക്കാനുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത് വൺ വൺ ഫങ്ഷൻ. എന്താണ് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്? വൺ വൺ ഫങ്ഷൻ, അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്ന് പറയുന്നത് ഇൻജെക്റ്റീവ് ഫങ്ഷൻ. ഓക്കെ, സോ വൺ വൺ ഫങ്ഷൻ അല്ലെങ്കിൽ എന്താണ് ഇൻജെക്റ്റീവ് ഫങ്ഷൻ? എന്താണ് വൺ വൺ ഫങ്ഷൻ? വൺ ടു വൺ, ഒന്നിന് ഒന്നിനോട്. വൺ വണ്ണിന്റെ മലയാളം മീനിങ് എന്ന് പറയുന്നത് ഒന്നിന് ഒന്നിനോട്. അത് തന്നെയാണ് അതിന്റെ ഡെഫിനിഷൻ. നിങ്ങളൊരു ഫംഗ്ഷൻ എഴുതുകയാണെങ്കിൽ ആ ഫംഗ്ഷനകത്തുള്ള ആദ്യത്തെ സെറ്റിനകത്തുള്ള എലമെന്റ്സുകൾക്ക് അല്ലെങ്കിൽ ഓരോ എലമെന്റ്സുകൾക്കും ഇപ്പുറത്ത് ഒരൊറ്റ ഇമേജ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതാണ് ആ യുണീക്ക് ആയിട്ടുള്ള ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് പേര് വിളിക്കാം? വൺ വൺ ഫംഗ്ഷൻ. ഓക്കെ, ഒന്നുകൂടി ക്ലിയർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഇവിടെ ഒരു എ എന്ന് പറയുന്ന ഞാൻ ഒരു സെറ്റ് എടുക്കുന്നു. ഇനി ഇവിടെ ബി എന്ന് പറയുന്ന മറ്റൊരു സെറ്റ് ഞാൻ എഴുതുന്നു. എയിൽ നിന്ന് ബിയിലോട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു റിലേഷനും അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ തന്നെ പറയാം. ഇവിടെ ഞാൻ എഴുതി എ ബി സി ഡി ഇ എന്ന് പറഞ്ഞ് എഴുതി. ഇവിടെ 1 2 3 4 5 6 7. ഓക്കെ, എക്ക് 4 റിലേഷൻ, ബിക്ക് 3 റിലേഷൻ, സിക്ക് 1 റിലേഷൻ, ഡിക്ക് 7 റിലേഷൻ, ഇക്ക് 5 റിലേഷൻ. അത് നമുക്ക് നോക്കാം. ഇസിന്റെ ഫംഗ്ഷൻ ഇതൊരു ഫംഗ്ഷൻ ആണോ? യെസ്, ബിക്കോസ് all elements of capital A has an image. ഇപ്പുറത്തൊരു ഇമേജ് ഉണ്ട്. How many images? ഇതിനകത്തുള്ള ഓരോരുത്തർക്കും ഒറ്റ ഇമേജുകൾ മാത്രമേ ഉള്ളൂ. സോ യെസ്, യുണീക്ക് ഇമേജ്. സോ എല്ലാ എലമെന്റ്സുകൾക്കും ഇപ്പുറത്ത് എന്തുണ്ട്? ഇമേജ് ഉണ്ട്. എത്ര ഇമേജ്? യുണീക്ക് ഇമേജ്, ഒറ്റ ഇമേജ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയാം ഈ റിലേഷൻ എന്ന് പറയുന്നത് ഇസ് എ ഫംഗ്ഷൻ. ഈ റിലേഷൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ്. ഈ ഫംഗ്ഷൻ ഇനി ഒരു ചെറിയൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ കാണുന്ന എലമെന്റ്സുകൾക്ക് എല്ലാം ഇപ്പുറത്തുള്ള ഇമേജുകൾ എന്ന് പറയുന്നത് ഡിഫറന്റ് ആയിട്ടുള്ള ഇമേജുകളല്ലേ? നമ്മൾ നേരത്തെ ഫങ്ഷൻസ് പറഞ്ഞ സമയത്ത് നമ്മളിപ്പം അവിടെ ദുര്യോധനും അല്ലെങ്കിൽ സോറി യുധിഷ്ഠിരനും ഭീമനും അർജുനും നകുലും സഹദേവനും എല്ലാം അവിടെ ഒറ്റ ഇമേജ് ആയിരുന്നു. പാഞ്ചാലി എന്ന് പറയുന്ന ഒരൊറ്റ ഇമേജ്. അവർക്ക് ഡിഫറന്റ് ആയിട്ടുള്ള ഇമേജ് അല്ലേ, അതായത് ഡിഫറന്റ് ആയിട്ടുള്ള ഭാര്യമാരല്ലായിരുന്നു ഞാൻ പറഞ്ഞു. എല്ലാവർക്കും ഒറ്റ ഭാര്യയായിരുന്നു. പക്ഷെ അത് ഫംഗ്ഷൻ ആയിരുന്നു. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ വൺ വൺ ഫംഗ്ഷൻ. അതെന്തല്ല വൺ വൺ ഫംഗ്ഷൻ. വൺ വൺ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരാളോട് മാത്രം റിലേഷൻ. അയാൾക്ക് മറ്റൊരാളുടെ റിലേഷൻ പാടില്ല. ഇനി റിലേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്ക് വേറൊരാളായിട്ട് റിലേഷൻ പാടില്ല. ഒന്നിനും ഒന്ന്. ഓക്കെ, അതാണ് എന്ന് പറയുന്നത് വൺ വൺ ഫംഗ്ഷൻ. ആ മോഡലുള്ള ഫംഗ്ഷൻസ് നമ്മൾ വിളിക്കുന്നവരാണ് വൺ വൺ ഫംഗ്ഷൻ. നോക്കിയാണ് ഇവിടെയുള്ള എല്ലാവർക്കും ഡിഫറന്റ് ആയിട്ടുള്ള ഇമേജ് അല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇൻ കേസ് ഞാൻ എന്താ ഇവിടെ ഡിക്ക് ഇങ്ങനെ റിലേഷൻ പറഞ്ഞിരുന്നുവേ. ഡിക്ക് ഇപ്പൊ ഇവിടെ എത്ര റിലേഷൻസ് വന്നു? 2 റിലേഷൻസ് വന്നു അല്ലെ? അപ്പൊ ഇത് ഫംഗ്ഷൻ അല്ല നമുക്ക് പറയാം. ഇനി എന്താ ഇതെങ്ങനെ ഞാൻ ഒഴിവാക്കുന്നു? എന്നിട്ട് ഞാൻ പറയുന്നു ഡിക്ക് റിലേഷൻ വന്നിരിക്കുന്നത് 4 ഇവിടെ നോക്കുമ്പോൾ നമ്മൾ ഇത് ഫംഗ്ഷൻ തന്നെയാണ്. ഇവിടെ ഉള്ള എല്ലാവർക്കും ഇപ്പുറത്തെ ഇമേജ് ഉണ്ട്, ഒറ്റ ഇമേജ് മാത്രമേ ഉള്ളൂ അല്ലെ?
പക്ഷെ ഇത് എന്ത് ഫംഗ്ഷൻ അല്ല? വൺ ഫംഗ്ഷൻ അല്ല. റീസൺ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എയും ഡിയും രണ്ട് ഡിഫറന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. എ എന്ന് പറയുന്ന ആളും ഡി എന്ന് പറയുന്ന ആളും രണ്ട് ഡിഫറന്റ് എക്സ്ട്രീമിലി ഡിഫറന്റ് ആയിട്ടുള്ള രണ്ടാളുകളാണ്. പക്ഷെ ഈ രണ്ട് ആളുകളുടെ ഇമേജുകൾ എന്ന് പറയുന്നത് രണ്ടും എന്തായിട്ട് മാറിയിരിക്കുന്നു? സെയിം ആയിട്ട് മാറിയിരിക്കുന്നു. അപ്പൊ ഡിഫറന്റ് ആളുകൾക്ക് സെയിം ഇമേജ് വരികയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് വൺ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷനകത്ത് ഡിഫറന്റ് ആയിട്ടുള്ള രണ്ടാളുകൾക്ക് സെയിം ഇമേജ് വന്നിരിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ വൺ ഫംഗ്ഷൻ. അതെന്തായാലും ഒരിക്കലും ഒരു വൺ ഫംഗ്ഷൻ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ വൺ ഫംഗ്ഷൻ ആവണമെങ്കിൽ ഡിഫറന്റ് ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് വേണം? ഡിഫറന്റ് ആയിട്ടുള്ള ഇമേജസ് തന്നെ വേണം. ഇതാ ഇപ്പോൾ ഇവിടെ നോക്കിയാണ്ടേ, ഇനിയിപ്പോ ഇവിടെ നോക്കിയാണ്ട് ഞാൻ എന്താ 6 കൊടുക്കുന്നു. ഇപ്പൊ എന്താ നോക്കിയാണ് എയും ഡിയും വളരെ ഡിഫറന്റ് ആയിട്ടുള്ള രണ്ട് ആൾക്കാരാണ്. അവരുടെ ഇമേജുകൾ എന്ന് പറയുന്നത് 4ഉം 6ഉം ആണ്. അതും ഡിഫറന്റ് ആണ്. So we can say that a function f from capital A to capital B is said to be a one function or an injective function. ഒരു വൺ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഡിഫറന്റ് എലമെന്റ്സ് ഓഫ് ക്യാപിറ്റൽ എയിലുള്ള ഡിഫറന്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഇറ്റ് ഹാസ് ആൻഡ് ഡിഫറന്റ് ഇമേജസ് ഇൻ ക്യാപിറ്റൽ ബി. ബിയിലും എന്താണ്? ഡിഫറന്റ് ഇമേജസ് ഉണ്ടായിരിക്കും. ഡിഫറന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഡിഫറന്റ് ഇമേജസ്. ആളുകൾ സെയിം ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ഇമേജുകളും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. രണ്ടും സെയിം മീനിങ് തന്നെയാണ്. ഡിഫറന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഡിഫറന്റ് ഇമേജ് എന്ന് പറയുന്നതും സെയിം ആളുകൾക്ക് സെയിം ഇമേജ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? സെയിം ആയിട്ടുള്ള ഒരു മീനിങ് തന്നെയാണ്. അപ്പൊ അങ്ങനെ മീനിങ്ങിൽ വരുന്ന ഫംഗ്ഷൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് വൺ ഫംഗ്ഷൻസ്. 1 to 1, ഒരാൾക്ക് ഒരാളോട് മാറും. ഓക്കെ, അപ്പൊ ഇനി ഞാൻ ഇവിടെ വേറൊരു എക്സാമ്പിൾ എഴുതാൻ പോവുകയാണ്. ഇവിടെ പി എന്ന് പറയുന്ന സെറ്റ്, ഇവിടെ ക്യൂ എന്ന് പറയുന്ന സെറ്റ്, ഇവിടെ എൽ എം എൻ ഒ, ഇവിടെ കോസ് തീറ്റ, കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ, കോസ് ഡെൽറ്റ. ഇത്രയാണ് നമുക്കുള്ള ഇതെന്ന് പറയുന്നത് 3 കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ. അപ്പൊ ഞാൻ പറയുന്നുണ്ട് എൽ കോസ് ആൽഫ, എം കോസ് ബീറ്റ, എൻ കോസ് ഗാമ. ഇത് ഫംഗ്ഷൻ ആയോ? ഇല്ല. എന്തുകൊണ്ട്? ഇവിടെ ഓ എന്ന് പറയുന്ന ആളിന് റിലേഷൻ ഇല്ല. ഞാൻ പറയുന്നു ഓ കോസ് ഡെൽറ്റ. അപ്പൊ ഇത് ഫംഗ്ഷൻ. ഈസ് ഇറ്റ് വൺ ഫംഗ്ഷൻ? വൺ ആവണമെങ്കിൽ ഒരാൾക്ക് ഒരാളോട് മാത്രം. ഇവിടെ എല്ലിന് ഒരാളോട് മാത്രമേ ഉള്ളൂ, എമ്മിനും ഒരാളോട് മാത്രമേ ഉള്ളൂ, എന്നിനും ഒരാളോട് മാത്രമേ ഉള്ളൂ, ഓയ്ക്കും ഒരാളോട് മാത്രമേ റിലേഷൻ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഫംഗ്ഷൻ നമുക്ക് എന്ത് പറ്റി വിളിക്കാം? വൺ ഫംഗ്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഞാൻ പറയുന്നു ഇങ്ങനെയാണ് ഓയ്ക്കും കോസ് ബീറ്റ റിലേഷൻ. ഈ കാണുന്ന ഫംഗ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇതെന്ന് പറയുന്നത് വൺ ആവോ? ഇല്ല. കാരണം എന്താണ്? ഈ കാണുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നതിനകത്ത് എമ്മും ഓയും വളരെ ഡിഫറന്റ് ആയിട്ടുള്ള രണ്ടാളുകളാണ്. അവരുടെ ഇമേജ് എന്ന് പറയുന്നത് കോസ് ബീറ്റ രണ്ടിടത്തും എന്താണ്? സെയിം ആണ്. അല്ലെ? അപ്പൊ അങ്ങനെ ഈ വൺ അല്ല എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇങ്ങനെ വൺ അല്ല എന്ന് പറയുന്ന ഫംഗ്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്. അല്ലെങ്കിൽ വൺ ഫംഗ്ഷൻ അല്ലാത്ത എല്ലാ ഫംഗ്ഷൻസിനെയും ചേർത്ത് നമ്മളൊരു കോമൺ നെയിം നമ്മൾ വിളിക്കും. ഇറ്റ് ഈസ് നോൺ ആസ് മെനി വൺ ഫംഗ്ഷൻ. മെനി വൺ സി ആ വേർഡ് തന്നെയുണ്ട്. മെനി എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതലുള്ളതിനെയാണ് നമ്മൾ മെനി എന്ന് പറയും. അല്ലെ? മെനി ടു വൺ, ഒന്നിൽ കൂടുതലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നു? ഒരാളോട് ഫംഗ്ഷൻ വന്നിരിക്കും. ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് എന്താണ്? ഒരാളോട് ഫംഗ്ഷൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒന്നിൽ കൂടുതൽ എന്ന് പറയുന്നത് രണ്ട് പേർക്ക് ഒരാളുമായിട്ട് കണക്ഷൻ വന്നിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പറയാൻ നോക്കും ഈ കാണുന്ന ഫംഗ്ഷൻ എന്താണ്? മെനി വൺ ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഞാൻ നേരത്തെ ഫംഗ്ഷന്റെ എക്സാമ്പിൾ പറഞ്ഞ സമയത്ത് അവിടെ ഞാനൊരു കേസ് പറഞ്ഞു, പഞ്ചപാണ്ഡവരും പാഞ്ചാലിയും. അതെന്ന് പറയുന്നത് മെനി ടു വൺ ആണ്. ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് ഒരാളുമായിട്ട് റിലേഷൻ വന്നിരിക്കുന്നു. അല്ലെ? അത് മെനി വൺ ഫംഗ്ഷൻ. ഓക്കെ, ഈ കാണുന്നത് വൺ ഫംഗ്ഷൻ ആണ്. ശരിയല്ലേ? അപ്പൊ ഇതാണ് എന്ന് പറയുന്നത് വൺ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിപ്പോ നമുക്ക് കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായി. നൗ വി ഹാവ് ടു ഡിഫൈൻ.
വെർബലി ആൻഡ് മാത്തമാറ്റിക്കലി. നമുക്ക് വെർബലായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യണം, മാത്തമാറ്റിക്കലായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യണം. അത് നമുക്ക് വെർബൽ ഡിഫൈൻ ചെയ്യാം. വെർബൽ ഞാൻ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഇടയ്ക്ക് ഇത് പറഞ്ഞ സമയത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. Differ a function f from capital A to capital B is said to be 1 1 or injective if every element of capital A has exactly one relation with the capital B. ഒറ്റ റിലേഷൻ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ബിയുമായിട്ട് ഉണ്ടാവാൻ പാടുള്ളൂ. ആൻഡ് മോർ ഓവർ ദിസ് റിലേഷൻ should be different. ഈ റിലേഷനുകൾ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഡിഫറന്റ് റിലേഷൻസ് ആയിരിക്കണം എല്ലാ പേർക്കും. That means different elements of capital A has different images in capital B. So we can conclude the definition verbally by a function f from capital A to capital B is said to be a 1-1 function or injective function if different elements of capital A has different image in capital B. വ്യത്യസ്തമായിട്ടുള്ള ആളുകൾക്ക് ബിയിലും വ്യത്യസ്തമായിട്ടുള്ള ഇമേജ് ആയിരിക്കണം. Such relations are known as, or such functions are known as a 1-1 function. ഓക്കെ, ഇനി നമ്മളത് മാത്തമാറ്റിക്കൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ എ ഫംഗ്ഷൻ എഫ് ഫ്രം ക്യാപിറ്റൽ എ ടു ക്യാപിറ്റൽ ബി ഇസ് സെഡ് ടു ബി 1 1. 1 1 നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. 1 1 എന്ന് പറഞ്ഞൊരു വേർഡിൽ എഴുതാം, അല്ലെങ്കിൽ 1 1 എന്ന് പറഞ്ഞിട്ട് എഴുതാം, അല്ലെങ്കിൽ ഇൻജെക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാം. ഓക്കെ, എ ഫംഗ്ഷൻ എഫ് ഫ്രം ക്യാപിറ്റൽ എ ഇസ് സെഡ് ടു ബി 1 1 ഇഫ് കണ്ടീഷൻ ഇതാണ്. എഫ് ഓഫ് x1 എന്ന് പറയുന്നത് is not equal to, sorry, f of x1 equal to f of x2 ആണെന്നുണ്ടെങ്കിൽ, f of x1 equal to f of x2 ആണെന്നുണ്ടെങ്കിൽ ഇമേജസുകളും എന്തായിരിക്കണം, ഇമേജസുകൾ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ആ വാല്യൂസുകളും എന്തിന്റെ ഇമേജുകളാണോ ആ വാല്യൂസുകളും ഈക്വൽ ആയി. അതായത് f of x1 f of x2 ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ, അതാണ്ട് ഇവിടത്തെ കേസിനകത്ത് കോസ് ബീറ്റ എന്ന് പറയുന്ന രണ്ടിന്റെ ഇമേജ് ആയി, രണ്ട് ഈക്വൽ ആണ്. എഫ് ഓഫ് എമ്മും എഫ് ഓഫ് ഒയും ആര് തന്നെയാണ്, കോസ് ബീറ്റ തന്നെയാണ്. പക്ഷെ എമ്മും ഒയും ഈക്വൽ ആണോ, അല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് നോട്ട് 1 1, ഇറ്റ് ഈസ് മെനി 1. ഓക്കെ, അതേ കണക്ക് ഇവിടെ എഫ് ഓഫ് x1 എന്ന് പറയുന്നത് എഫ് ഓഫ് x2 ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയണം x1 എന്ന് പറയുന്ന ആർക്ക് ഈക്വൽ ആയിരിക്കണം, x2 ഈക്വൽ ആയിരിക്കണം. ഇവിടെ എമ്മിനും ഒയ്ക്കും സെയിം വാല്യൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇത് 1 1 ആണെന്ന് പറയാം. അപ്പൊ പിന്നെ നമ്മൾ ഇത് എഴുതുന്ന ഈ കാണുന്ന റിലേഷൻ എഴുതേണ്ട കാര്യമില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, എഫ് ഓഫ് എമ്മും എഫ് ഓഫ് ഒയും ഈക്വൽ ആണ്. എം ഈസ് ഈക്വൽ ടു ഒ ആണെങ്കിൽ ഇത് കാണുന്ന പറയുന്നത് 1 1 ഫംഗ്ഷൻ ആയിട്ട് മാറും. പക്ഷെ ഇവിടെ എമ്മും ഒയും ഈക്വൽ അല്ല, അൺഈക്വൽ ആണ്, അല്ലെങ്കിൽ ഡിഫറന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഇറ്റ് ഇസ് നോട്ട് 1 1 ഫംഗ്ഷൻ. അപ്പൊ ഇതാണ് ആദ്യത്തെ എന്താണ് മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എഴുതാം. ഓർ നമ്മൾ പറയുന്നതാണ് തിരിച്ചു പറയുക, x1 not equal to x2. x1 not equal to x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറന്റ് എലമെന്റ്സ്. ഇവിടെ ഉള്ള രണ്ട് ഡിഫറന്റ് ആയിട്ടുള്ള എലമെന്റ്സ്. x1 not equal to x2 ആണെങ്കിൽ which implies f of x1 not equal to f of x2. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇമേജുകളും എന്തായിരിക്കുന്നില്ല, സെയിം ആയിരിക്കുന്നില്ല. x1 not equal to x2 ആണെങ്കിൽ f of x1 not equal to f of x2 ആയിരിക്കും. This is the mathematical definition of 1 1 function. അപ്പൊ 1 1 ഫംഗ്ഷന്റെ മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഡിഫറന്റ് എലമെന്റ്സ് ഓഫ് വെർബൽ ഡെഫിനിഷൻ നമ്മൾ പറയുന്നതാണ് ഡിഫറന്റ് എലമെന്റ്സ് ഓഫ് ക്യാപിറ്റൽ എ ഹാസ് ഡിഫറന്റ് ഇമേജ് ഇൻ ക്യാപിറ്റൽ ബി. ഇറ്റ് ക്യാൻ ബി കൺക്ലൂഡഡ് ഇൻ മാത്തമാറ്റിക്കലി ആസ് f of x1 is equal to f of x2 implies x1 is equal to x2, or അല്ലെങ്കിൽ നമുക്ക് പറയാം x1 not equal to x2 different elements which will have a different images, f of x1 not equal to f of x2. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രോബ്ലംസ് ഉണ്ട്. നമുക്കൊരു റിലേഷൻ, നമുക്കൊരു ഫംഗ്ഷൻ എടുത്തിട്ട് ചോദിക്കുമ്പോൾ ഇറ്റ് ഈസ് 1 1 or 1 1 എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. 1 1 എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം, ആ കാണുന്നതിനകത്ത് നമ്മൾ നോക്കണം ഡിഫറെന്റ് എലമെന്റ്സുകൾക്ക് ഡിഫറെന്റ് ഇമേജസ് ആണോ നമുക്ക് തന്നിരിക്കുന്നത് നമ്മൾ നോക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ we will write different elements has different images for the given function is 1 1. If it is not a 1 1, such functions are known as many 1. അതിനെ എല്ലാത്തിനും കോമൺ ആയിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് many 1. 1 1 അല്ലാത്ത ഫംഗ്ഷൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് many 1. ഓക്കെ, 1 1 അല്ലാത്ത ഫംഗ്ഷൻസ് നമ്മൾ വിളിക്കുന്ന പേര് many 1. ഓക്കെ, now let's discuss some problems based on 1 1 many 1. Okay, question ആണ് state whether the following functions are 1 1 or many 1. നമുക്ക് ഒരു കാര്യം നമുക്ക് justify വിളിക്കാം. അവിടെ നമുക്ക് കൊടുക്കാം justify your answer.
വിത്ത് റേസിംഗ് വിത്ത് അപ്രോപ്രിയേറ്റ് റേസിംഗ്. അപ്പൊ F1 എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് പറഞ്ഞിരിക്കുന്നത് 1 3 2 4 5 6 3 8 4 7. അപ്പൊ ഇതൊരു ഫംഗ്ഷൻ ആണെന്ന് പറയുന്നുണ്ട്. ഫംഗ്ഷൻ ആണെന്നിട്ട് നമുക്കറിയാം ഫസ്റ്റ് സെറ്റിനകത്തുള്ള എല്ലാ പേർക്കും ഇപ്പുറത്തെ സെക്കൻഡ് സെറ്റിനകത്ത് ഇമേജ് ഉണ്ട്. അങ്ങനെ ഇവിടുത്തെ ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഉടനെ ഐഡന്റിഫൈ എന്ന് പറയാൻ നോക്കും. ഇറ്റ് ഷുഡ് ബി 1 2 3 4 5 അല്ലെ. ഫസ്റ്റ് എലമെന്റിന്റെ സെറ്റ് ആണ് ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് 1 2 3 4 5 തന്നെയാണ്. ഇനി കോഡൊമൈൻ എന്താണെന്ന് നമുക്ക് ഇവിടെ അറിഞ്ഞുകൂടാ. നമുക്ക് കാണുന്ന ഫംഗ്ഷൻ ഡയറക്റ്റ് പറഞ്ഞിരിക്കുകയാണ് ഏത് സെറ്റിൽ നിന്ന് ഏത് സെറ്റിലോട്ടാണ് നമുക്കിവിടെ പ്രത്യേകിച്ച് സ്പെസിഫൈ ചെയ്തില്ല. അതുകൊണ്ട് കോഡൊമൈൻ വി കനോട്ട് ഡിഫൈൻ റൈറ്റ് നൗ, ബട്ട് വി ക്യാൻ ഡിഫൈൻ ദ റേഞ്ച് ആൾസോ. റേഞ്ച് എന്ന് പറയുന്നത് ആരാണ്? 3 4 7 6 8 7 3 4 6 8 7 3 4 6 7 8. ഓക്കെ, റേഞ്ച് നമുക്ക് പറയാം. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ കാണുന്ന ഫംഗ്ഷൻ 1 1 ആണ്. 1 1 ആകണമെന്നുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ 1 1 ആകണമെന്നുണ്ടെങ്കിൽ നമ്മളെ കണ്ടീഷൻ എന്ന് പറയുന്നതാണ് ഡിഫറെന്റ് എലമെന്റ്സ് ഹാവ് ഡിഫറെന്റ് ഇമേജസ്. ഡിഫറെന്റ് എലമെന്റ്സുകൾക്ക് എന്തായിരിക്കണം? ഡിഫറെന്റ് ഇമേജസ് ഉണ്ടായിരിക്കണം. നോക്കിയാൽ ഇവിടുത്തെ ഡിഫറെന്റ് എലമെന്റ്സുകൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? 1 2 5 3 4. ഇവിടെ ഇമേജുകൾ നോക്കിയാണ് 1ന് 3 എന്ന് പറയുന്ന ഇമേജ്, ഈ 3 എന്ന് പറയുന്ന ഇമേജ് ഇവിടെ വേറെ ആർക്കും വന്നിട്ടില്ല. വന്നിട്ടുണ്ടോ? ഇല്ല. 4 2 4 4 എന്ന് പറയുന്ന ഇമേജ് ഇവിടെ വേറെ ആർക്കും വന്നിട്ടില്ല. ഇവിടെ 4 വന്നിട്ടുണ്ട്. 4 എന്ന് പറയുന്നത് ഇമേജ് സെറ്റിനകത്ത് വന്നിരിക്കുന്ന സംഗതിയല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം 4 എന്ന് പറയുന്ന ഇമേജ് സെക്കൻഡ് എലമെന്റ് ആയിട്ട് എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ നമ്മൾ നോക്കുക. ഇല്ല. 6 സെക്കൻഡ് എലമെന്റ് ആയിട്ട് ഇവിടെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. 5ന്റെ ഇമേജ് ആണ് 6. അപ്പം 5ന്റെ ഇമേജ് മാത്രമാണ് 6 അല്ലെ. 6 വേറെ ആർക്കും ഇമേജ് ആയിട്ട് മാറിയിട്ടില്ല. അതിനൊക്കെയാണ് ഇവിടെ 8 വേറെ കൂടെ ഇല്ല സെക്കൻഡ് എലമെന്റ് ആയിട്ട്. ഇവിടെ 7 അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഡിഫറെന്റ് എലമെന്റ്സ് ഉണ്ട്, അവയുടെ ഇമേജുകളും ഡിഫറെന്റ് ആണ്. സോ വി ക്യാൻ ഡയറക്ട്ലി സേസ് ദാറ്റ് ദിസ് ഫംഗ്ഷൻ ഈസ് 1 1, or we can write different elements have. We will write different elements of F have different images. Therefore we can say that this function is 1 1. Therefore F1 is 1 1 or injective. Okay. സെക്കൻഡ് ക്വസ്റ്റ്യൻ, F2 പറഞ്ഞിരിക്കുന്നത് എയിൽ നിന്ന് ബിയിലോട്ട് തന്നെയാണ് F2 പറഞ്ഞിരിക്കുന്നത്. എയിലുള്ള എലമെന്റ്സുകൾ എന്ന് പറയുന്നത് എക്സ് വൈ സെഡ് ഡബ്ല്യു ടി ആണ്. ബിയിലുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് എ ബി സി ഡി ഇ എഫ് ജി ആണ്. ഓക്കെ, ഇതെല്ലാം എയും ബി ഒക്കെ നമുക്കിവിടെ കൃത്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എക്സ് വൈ സെഡ് ഡബ്ല്യു ടി ആണ്. റേഞ്ച് എന്ന് പറയുന്നത് കോഡൊമൈൻ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് എ ബി സി ഡി എഫ് ജി ആണ്. ഇനി നമുക്ക് ഈ കാണുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നതിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇൻജക്റ്റീവ് ഫംഗ്ഷൻ ആണ്, അതായത് 1 1 ഫംഗ്ഷൻ ആണെന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കിയാൽ എക്സ് ഒറ്റ ഇമേജ് മാത്രമേ ഉള്ളൂ. വൈക്ക് ഇമേജ് ആണ് എ. ഈ എ എന്ന് പറയുന്ന ആള് തന്നെ ആരുടെയൊക്കെ ഇമേജ് ആണ്? ഇസഡിന്റെ ഡബ്ല്യൂന്റെ ഇമേജ് അല്ലേ. അപ്പൊ ഇവിടെ വൈയും ഇസഡും ഡബ്ല്യൂ എന്ന് പറയുന്ന 3 ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റ്സുകളാണ്. ആ എലമെന്റ്സുകളുടെ ഇമേജ് എന്ന് പറയുന്നത് പക്ഷെ സെയിം ആയിട്ട് മാറിയിരിക്കുന്നു. That means different elements have same image. അതെന്ന് പറയുന്നത് നമ്മുടെ കണ്ടീഷനെ വയലേറ്റ് ചെയ്യുന്നു. നമുക്ക് പറഞ്ഞിരിക്കുന്ന 1 1ന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് എലമെന്റ്സ് ഹാസ് ഡിഫറെന്റ് ഇമേജ് എന്നാണ്. ബട്ട് ഇൻ ദിസ് കേസ് ഡിഫറെന്റ് എലമെന്റ്സ് ഹാവ് സെയിം ഇമേജ്. വ്യത്യസ്തമായിട്ടുള്ള എലമെന്റ്സുകൾക്ക് എന്താണ് സെയിം ആയിട്ടുള്ള അല്ലെങ്കിൽ ഒറ്റ ഇമേജുകൾ മാത്രമല്ല ഒരാൾ മാത്രം ഇമേജ് ആയിട്ട് മാറിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പറയാം ദിസ് ഫംഗ്ഷൻ F2 is not a 1 1 function. So we have to write the reason as y not equal to z not equal to w. That means y, z, w are 3 distinct elements has same image therefore F2 is not a F2 is not a in the function 1 1 function. If it is not a function, then it is not a 1 1 function. Okay, so we have to write this way itself not a 1 1 function, or write it is not a injective. Okay, next third question.
What describes entire question? 1 1 2 2 3 3 4. നിങ്ങളത് ഇതിന്റെ ആരോ ഡയഗ്രം നോക്കിയാൽ 1 2 3 4 ഇവിടെയും 1 2 3 4. 1 1 2 2 3 3 4 4. സി ഇവിടെ 1 2 3 4 എന്ന് പറയുന്ന ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ ഇമേജുകൾ ചോദിക്കുകയാണെങ്കിൽ അതും എന്ത് തന്നെയാണ്? ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ആണ്. 1ന്റെ ഇമേജ് 1 ആണ്, 2ന്റെ ഇമേജ് 2 ആണ്. അതായത് 1ഉം 2ഉം രണ്ട് അൺഈക്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറന്റ് ആയിട്ടുള്ള എലമെന്റ്സുകളാണ്. അവയുടെ ഇമേജുകൾ നോക്കുമ്പോഴും 1ഉം 2 ആണ് വന്നിരിക്കുന്നത്. അതും ഡിഫറന്റ് അല്ലേ? അല്ലാതെ നമ്മൾ എങ്ങനെ ചിന്തിച്ചത് 1ന് 1 രണ്ടും ഒരാളല്ലേ? ആ രീതി ചിന്തിച്ചു കഴിഞ്ഞാൽ അത് 1 ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ തന്നിരുന്ന റോസ്റ്റർ ഫോമിൽ തന്നിരുന്ന ഈ ഫംഗ്ഷന് ഞാൻ ഈ ആരോ ഡയഗ്രത്തിനകത്തോട്ട് ആക്കിയിരിക്കുന്നതിന് അതുകൊണ്ടാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെയുള്ള എലമെന്റ്സുകളെല്ലാം ഡിഫറന്റ് ആണ്. ഇവിടെ ഇമേജുകൾ നമ്മൾ നോക്കുക, ഈ ആരോ മാർക്ക് വന്ന് ചേർന്നിരിക്കുന്ന ഭാഗങ്ങൾ നോക്കുക, അതും എന്ത് തന്നെയാണ്? ഡിഫറന്റ് തന്നെയാണ്. ദാറ്റ് മീൻസ് ഡിഫറന്റ് എലമെന്റ്സ് ഹാസ് ഡിഫറന്റ് ഇമേജസ്. സോ വി ക്യാൻ സേ ദാറ്റ് f3 the function, the third function f3 is 1 1. f3 is 1 1 because reason different elements has different images. Okay, so finally the fourth question. Fourth question അത് അവർ ഇത് ഒന്നുകൂടി സ്റ്റാൻഡേർഡ് ആക്കിക്കൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് 2 3 5 7 11 ആണ്. ക്യാപിറ്റൽ ബി എന്ന് പറയുന്നത് n എന്ന് പറയുന്നത് what is n? We know that capital N denotes the standard notation of capital N is the set of all natural numbers. Natural numbers ന്റെ സെറ്റ് ആണെന്ന് പറയുന്നത് ക്യാപിറ്റൽ N എന്ന് പറയുന്നത്. If so, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ f എന്ന് പറയുന്ന ഫംഗ്ഷൻ f is equal to set of all ordered pair x y such that x element of capital A, y element of capital B such that y is equal to x plus 1. y എന്ന് പറയുന്ന ആർക്ക് ഈക്വൽ ആണ്? x plus 1 ന് ഈക്വൽ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ നോക്കും ഇവിടെ നിന്നുള്ളതിന്റെ റോസ്റ്റർ ഫോം നമുക്ക് എഴുതാൻ നോക്കും. ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിന്റെ റോസ്റ്റർ ഫോം നമുക്ക് എഴുതാൻ അറിയാം. സോ f is equal to നമ്മൾ ആദ്യം അതിന്റെ റോസ്റ്റർ ഫോം എഴുതുക. f പറഞ്ഞിരിക്കുന്ന y is equal to x plus 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. x ലുള്ള x എന്ന് പറയുന്നത് ഫസ്റ്റ് സെറ്റിനകത്തുള്ള എലമെന്റ്സ് ആണ്. അതിനെക്കാട്ടി ഒന്ന് കൂടുതലായിരിക്കും y എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ x എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. 2ന്റെ കൂടെ ഒന്ന് കൂടുതലാണ് അതിന്റെ ഇമേജ് 3. സോ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് 2 3 വന്നു. അടുത്തത് 3 ആണ് വരുന്നതെങ്കിൽ അതിന്റെ കൂടെ ഒന്ന് കൂടണം 3 plus 1 4. അടുത്ത 5 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ ഒന്ന് കൂടണം, അതായിരിക്കും ഇമേജ് എന്ന് പറയുന്നത് 6. അടുത്ത 7 ആണ്. 7 എന്ന് പറയുന്നത് അതിന്റെ കൂടെ ഒന്ന് കൂടണം, അതാണ് അതിന്റെ ഇമേജ് 8. ഇനി ഇവിടെ 11 ആണ് പറഞ്ഞിരിക്കുന്നത്, അതിലോട്ട് ഒന്ന് കൂടണം, ദാറ്റ് ഈസ് 12. സോ ഇതാണ് ഈ കാണുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ 1 1 ഫംഗ്ഷൻ, സോറി ഈ കാണുന്ന ഫംഗ്ഷന്റെ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. ഇതിന് 1 1 ഫംഗ്ഷൻ ആണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ? നോക്കിയാണ്ടേ ഇവിടുത്തെ എലമെന്റ്സ് 2 3 5 7 11 അവയുടെ ഇമേജുകൾ നോക്കിയാണ്, സെക്കൻഡ് എലമെന്റുകളുടെ സെറ്റ് നിങ്ങൾ നോക്കിയാണ് അത് ഡിഫറന്റ് ആയിട്ടല്ലേ വന്നിരിക്കുന്നത്. 3 4 6 8 12. അപ്പൊ ഡിഫറന്റ് എലമെന്റ്സുകൾക്ക് എന്താണ് ഇമേജ്? ഡിഫറന്റ് ഇമേജ് ആണ്. So we can say that this function f4, ഇത് നമുക്ക് f4 എന്ന് വിളിക്കാം. f4 is 1 1. Reason എന്ന് പറയുന്നത് എന്താണ്? Different elements has different images. Okay, so we can conclude this way. അപ്പോൾ നമുക്ക് 1 1 ഫംഗ്ഷൻ എന്താണ് നമുക്ക് ഇവിടെ കിട്ടി. ഇനി 1 1 ഫംഗ്ഷൻ അല്ലാത്ത ഫംഗ്ഷൻസ് നമ്മൾ വിളിച്ച പേര് മെനി 1 ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു അല്ലെ? മെനി ടു 1 ഇതാ ഇവിടെ നമ്മൾ പറഞ്ഞു ഇറ്റ് ഇസ് നോട്ട് എ 1 1 ഫംഗ്ഷൻ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ എഴുതും മെനി 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതി വെക്കാം മെനി 1. ഓക്കെ, സോ ഇറ്റ് ഈസ് എ മെനി 1 ഫംഗ്ഷൻ. ഇനി 1 1 ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് റോസ്റ്റർ ഫോമിൽ തന്നു കഴിഞ്ഞാലും അല്ല ഈ പറഞ്ഞ രീതിയിൽ സെറ്റ് ബിൽഡർ ഫോമിൽ തന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ നമുക്ക് ആരോ ഡയഗ്രത്തിൽ തന്നു കഴിഞ്ഞാലും നമുക്ക് ഇപ്പൊ ചെക്ക് ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് സാധാരണ ചോദിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഡേ വി വിൽ ഗോ ടു ദ ന്യൂ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ. That's the second type of function. It is known as onto function that we will discuss in the next class. Okay.